പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള കിൻവയും സോയ ചങ്ക്സും കൂടെ ചേർത്ത് വെറും 20 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു മീൽ റെഡിയാക്കിയാലോ. ചോറിന് പകരം കഴിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ്. ഇത്തിരി പുളി കുറഞ്ഞ കട്ട തൈര് ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട കഴിക്കാനായിട്ട്. പ്രോട്ടീനും ഫൈബറും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള സോയ ചങ്ക്സ് ഒരു 10 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്കാൻ വെച്ച് വെള്ളം പിഴിഞ്ഞൊന്ന് മാറ്റി വെച്ചേക്കാം. പിന്നീട് പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം വേപ്പിലയിട്ട് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റി അതിലേക്ക് പാകത്തിനുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് ഒരു തക്കാളിയും കൂടെ ഒന്ന് വഴറ്റി അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഒന്ന് ആഡ് ചെയ്തേക്കാം. പിന്നീട് നമ്മൾ കിൻവ ആഡ് ചെയ്യണം. കിൻവ ഓൾറെഡി നമുക്കിവിടെ വേവിച്ചത് അവൈലബിൾ ആണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കിൻവയുടെ ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. കിൻവ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്, അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ടും കഴിക്കണം. അങ്ങനെ കിൻവയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് പിന്നെ അല്പം തേങ്ങ ഗ്രേറ്റഡ് കോക്കനട്ടും കൂടെ ആഡ് ചെയ്യാം. കോക്കനട്ടിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയും പിന്നെ റിച്ച് ഇൻ ഫൈബറും ആണ്. കോക്കനട്ടൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുക കറികളിലൊക്കെ. അങ്ങനെ കോക്കനട്ടും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി. അപ്പോൾ കിൻവയിലും സോയ ചങ്ക്സിലും നിറയെ പ്രോട്ടീൻ ഉള്ളതാണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡബിൾ പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചോറിന് പകരം നമുക്ക് ഒരു നേരം കഴിക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മീലാണ് കേട്ടോ.